ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യൂണിക് ഈറ്റ്സ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നോമ്പ് തുറക്കുമ്പോഴേക്കും നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സമൂസയുടെ റെസിപ്പിയാണ് കേട്ടോ. നമ്മൾ സാധാരണ ചെയ്യുന്ന ഫില്ലിംഗിൽ നിന്ന് കുറച്ച് വ്യത്യാസമായിട്ട് കുറച്ചൊരു ക്രീമി ആയിട്ടുള്ള ഒരു ഫില്ലിംഗ് ആണ് കേട്ടോ നമ്മളിതിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. അതിനുമുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ഇതിൻ്റെ മസാലയൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കണം. ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു അത്യാവശ്യം വലിയൊരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കാം. ഇതിപ്പോൾ ഏകദേശം ജസ്റ്റ് ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഈ ഒരു മസാലയിൽ നമ്മൾ ഒരുപാട് മസാലപ്പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഇതിൽ നമ്മൾ ആകെ ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും മാത്രമാണ് കേട്ടോ. ഇനി ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ വേവിച്ചത് ഞാൻ ജസ്റ്റ് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചതാണ് കേട്ടോ. അത് ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തതിന് ശേഷം അതും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ എരിവൊക്കെ അത്യാവശ്യം ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. എല്ലാം കൂടെ നല്ലപോലെ മിക്സായി വന്നു കഴിഞ്ഞാൽ ഇതിലോട്ടൊരു 1/2 കപ്പ് അളവിൽ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ള ക്യാപ്സിക്കം കൂടെ ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം ഇതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. കാരണം നമുക്കിത് കഴിക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഈ ഒരു ക്യാപ്സിക്കം ഇങ്ങനെ കടിക്കാൻ കിട്ടും. ആ ഒരു രീതിക്ക് ചെയ്താൽ മതി. ഏറ്റവും ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1.5 ടേബിൾ സ്പൂൺ അളവിൽ മൈദയാണ് കേട്ടോ. ഇതേപോലെ മേലെ ജസ്റ്റ് ഒന്ന് വിതറിയിട്ട് കൊടുത്താൽ മതി. അതിനുശേഷം ഒരു 1/4 കപ്പ് അളവിൽ പാലും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് ഈ ഒരു 2 സാധനമാണ് നമ്മുടെ ഈ ഒരു മസാല കുറച്ചും കൂടി ഒരു ക്രീമി ആയിട്ട് എടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സമൂസയിലുള്ള മസാല കുറച്ച് ഡ്രൈ ആയിട്ടല്ലേ ഇരിക്കുക. ഇതാകുന്ന സമയത്ത് കുറച്ചും കൂടെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ പാല് കൂടുതലായി പോയി കഴിഞ്ഞാൽ ഇത് വല്ലാണ്ട് ലൂസായി പോവും. അപ്പോൾ 1/4 കപ്പ് അളവിൽ തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. പാൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു 2-3 മിനിറ്റും കൂടെ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മുടെ മസാല മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ക്രീമി ആയിട്ടുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് സമൂസ ഷീറ്റ് റോൾ ചെയ്തിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മസാലയിലോട്ട് ചെറിയൊരു സ്ലൈസ് ചീസും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മളത് കുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ. അപ്പോൾ ഈ ഒരു മസാലയ്ക്ക് കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാനിനി ഇത് റോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇതേപോലെ സമൂസ ഷീറ്റ് ഒന്ന് കോണാക്കി കൊടുത്തതിന് ശേഷം നമുക്കതിലോട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു മസാല ഫില്ല് ചെയ്തിട്ട് ഇതൊന്ന് റോൾ ചെയ്തിട്ട് എടുക്കാം. ഈ ഒരു സമൂസ ഷീറ്റ് റോൾ ചെയ്യുന്നതിൽ ഞാൻ അത്ര എക്സ്പേർട്ടല്ല. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടായിട്ടുള്ളത് ആ ഒരു രീതിയിൽ ഒന്ന് റോൾ ചെയ്തിട്ടെടുക്കുക. ഞാൻ ഇതേപോലെ ഒരു കോണുണ്ടാക്കി അത് ഈ ഒരു രീതിയിൽ ട്രയാങ്കിളിലൊന്ന് മടക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും ഞാൻ 2-3 പ്രാവശ്യം ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് സമൂസ ഇതേപോലെ റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നോർമലായിട്ട് ഫ്രൈ ചെയ്യുന്ന പോലെ ഞാനിവിടെ കുറച്ച് വെളിച്ചെണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ട്. അന്ന് ചൂടായി കഴിഞ്ഞിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഒരു അടിഭാഗം ഏകദേശം ഒരു ഗോൾഡൻ കളറാകുന്ന സമയത്ത് തിരിച്ചിട്ടിട്ട് ഇതേപോലെ തന്നെ ഒന്ന് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്രീമി ആയിട്ടുള്ള സമൂസ റെഡിയായി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ദിവസവും ഒരു നോർമൽ ആ ഒരു ഫില്ലിങ് വെച്ചിട്ട് ചെയ്യുന്നേക്കും ഇതേപോലെ ഒരു ഫില്ലിങ് വെച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.